ഹായ് ഫ്രണ്ട്സ്, ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് സോയ ചങ്ക്സും ബീട്രൂട്ടും ചേർത്തുകൊണ്ടൊരു മസാല കറിയാണ്. സോയ ചങ്ക്സ് നമുക്ക് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 15 മിനിറ്റ് ഒന്ന് കുതിരാൻ വയ്ക്കാം. ചൂടുവെള്ളമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു 5 മിനിറ്റ് മതി. പെട്ടെന്ന് തന്നെ നമുക്ക് കുതിർന്ന് കിട്ടും. കുതിർന്ന ശേഷം നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് എന്നിവ പുരട്ടി മാറ്റി വെച്ചേക്കാം. ഇനി ഒരു ബൗളിൽ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 1.5 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഗരം മസാല 1 സ്പൂൺ, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്കിനി കുറച്ച് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. വെള്ളം ചേർത്ത് പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പാലാണ്, അത് 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. അത് ഒഴിച്ച ശേഷം നമുക്ക് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇവയൊന്ന് ഒരു 5 മിനിറ്റ് കുതിരാൻ വേണ്ടി മാറ്റി വെച്ചേക്കാം. ഞാനിപ്പോൾ എല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചട്ടിയിൽ എണ്ണ ചൂടാക്കാനായി വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായാൽ ഉടൻ തന്നെ നമുക്ക് സോയ ചങ്ക്സൊക്കെ ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് വറുത്തെടുക്കാം. വറുത്തെടുത്തതൊക്കെ ഒന്ന് നമുക്ക് മാറ്റി വെച്ചേക്കാം. ഇനി നമുക്ക് അതേ എണ്ണയിൽ തന്നെ 1 സ്പൂൺ പെരുംജീരകമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പെരുംജീരകമെല്ലാം പൊട്ടിയാൽ ഉടൻ തന്നെ നമുക്ക് ചുവന്നുള്ളി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതുകൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ ഉള്ളിയെല്ലാം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയും പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല, ചപ്പാത്തിയോടും അപ്പത്തിനോടും ദോശയോടൊക്കെ കഴിക്കാൻ അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണിത്. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് കുതിർത്തതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ ബീട്രൂട്ട് അരിഞ്ഞതാണ്. അതുകൂടി ഇട്ട ശേഷം നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് ഇപ്പോൾ ചോറിൻ്റെ കൂടെ ഇറച്ചിക്കറിയൊക്കെ ഇല്ലെങ്കിൽ കൂടി വിഷമിക്കേണ്ട. ഇതുപോലത്തെ കറി ചെയ്താൽ അതേപോലത്തെ ഒരു ടേസ്റ്റാണ് കിട്ടുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത ശേഷം വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കുക. എണ്ണയിൽ കിടന്ന് തന്നെ ബീട്രൂട്ടും ഗ്രീൻ പീസൊക്കെ കുറച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല വെള്ളം ഒഴിച്ചു കൊടുക്കാം. വേറെ വെള്ളമൊന്നും നമുക്ക് ഈ കറിക്ക് ആവശ്യമില്ല. നമ്മൾ ഈ ഒഴിച്ചു കൊടുക്കുന്ന ഈ തേങ്ങാപ്പാലിൻ്റെ ആ വെള്ളം മാത്രമാണ് നമ്മളിപ്പോൾ ഈ കറിക്ക് യൂസ് ചെയ്യുന്നത്. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഉപ്പെല്ലാം കറക്റ്റാണോ എന്ന് നോക്കിയ ശേഷം നമുക്കൊന്ന് അടച്ച് വേവിക്കാം. കറി തിളച്ച് വരുമ്പോൾ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് 1 സ്പൂൺ ടൊമാറ്റോ സോസാണ്. തക്കാളിക്ക് പകരമാണ് ഞാനിപ്പോൾ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുന്നത്. അതുകൂടി ചേർത്ത ശേഷം നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും ഒന്ന് അടച്ച് വേവിക്കാം. കറി നല്ല തിളച്ച് വരണം. തിളച്ച് വന്ന് വെള്ളമൊക്കെ വറ്റി വരുന്നതാണ് അതിൻ്റെ പാകം. ഇപ്പോൾ എനിക്ക് കറിയെല്ലാം കറക്റ്റ് ലെവലിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ആണ്. അത് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. സോയ ചങ്ക്സ് ഉപ്പ് ചേർത്താണ് നമ്മൾ വറുത്തെടുത്തത്. അതുകൊണ്ട് കറിക്ക് ഉപ്പ് വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതിയാകും. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി വിതറി കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വേവിക്കണം. ഇപ്പോൾ 2 മിനിറ്റൊക്കെ കഴിഞ്ഞു. ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. കറിയൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റായിട്ട് ഉള്ള ഒരു റെസിപ്പിയാണിത്. റെസിപ്പി ഇഷ്ടമായാൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സോയ ബീട്രൂട്ട് മസാല കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. വളരെ രുചികരമായ ഒരു റെസിപ്പിയാണിത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസും എന്നെ അറിയിക്കുക.